ഇസ്രായേലും ഇറാനും തമ്മിൽ 12 ദിവസത്തോളം നീണ്ടുനിന്ന സംഘർഷത്തിൽ ഇസ്രായേലിനുണ്ടായ തിരിച്ചടികളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നുണ്ട്. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളിൽ ഇസ്രായേലിലെ സൈനിക താവളങ്ങൾ ഉൾപ്പെടെ തകർന്ന് തരിപ്പണമായതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ലോക ശ്രദ്ധ നേടുന്നത്. വർഷങ്ങളായി നിലനിന്നിരുന്ന ഈ നിഴൽ യുദ്ധത്തിന്റെ യഥാർത്ഥ ആഘാതം എത്രത്തോളമായിരുന്നു എന്ന് ഈ വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുന്നു. ബ്രിട്ടീഷ് മാധ്യമമായ ഡെയിലി മെയിൽ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലെ 5 പ്രധാന സൈനിക താവളങ്ങളെ തവിടുപൊടിയാക്കിയെന്നാണ് പറയുന്നത്. ഒറിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പങ്കിട്ട ഉപഗ്രഹ ഡാറ്റയെ ഉദ്ധരിച്ചാണ് ഈ ആക്രമണ വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നതും ഈ റിപ്പോർട്ടുകളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു. 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യത്തിനുണ്ടായ തിരിച്ചടിയുടെ യഥാർത്ഥ വിവരങ്ങൾ ഇതാദ്യമായാണ് ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങളിലൂടെ തന്നെ പുറത്തുവരുന്നത് എന്ന പ്രത്യേകതയും ഈ വെളിപ്പെടുത്തലുകൾക്കുണ്ട്. സൈനിക സെൻസർഷിപ്പ് നിയമങ്ങൾ കാരണം ഇസ്രായേൽ പ്രതിരോധ സേനയുടെ താവളങ്ങളിലും മറ്റ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും നടന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇസ്രായേൽ പ്രസിദ്ധീകരിക്കുന്നത് തടഞ്ഞിരുന്നുവെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചിരുന്നു. ഡെയിലി ടെലിഗ്രാഫ് പുറത്തുവിട്ട റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് ടെൽനോഫ് വ്യോമതാവളം, ഗ്ലിലോട്ട് രഹസ്യാന്വേഷണ താവളം, സിപ്പോറിറ്റ് ആയുധ നിർമ്മാണ താവളം എന്നിവയുൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളിലാണ് ഇറാന്റെ മിസൈൽ ആക്രമണം ആഘാതം ഏൽപ്പിച്ചിരിക്കുന്നത്. 6 റോക്കറ്റുകളാണ് ഇസ്രായേലി സൈനിക താവളങ്ങളിൽ പതിച്ചത്. കൂടാതെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് വൻ പ്രഹരശേഷിയുള്ള 36 മിസൈലുകൾ കൂടി ഇസ്രായേലിനുള്ളിൽ പതിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ ആക്രമണങ്ങൾ 28 പേരുടെ മരണത്തിനിടയാക്കിയതായും അതുകൂടാതെ കെട്ടിടങ്ങൾക്കും 2 സർവകലാശാലകൾക്കും 1 ആശുപത്രിക്കും നാശനഷ്ടം ഉണ്ടാക്കിയതായും അനേകം പേരുടെ ഭവനം ഇല്ലാതാക്കിയതായും ടെലിഗ്രാഫിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് ഇസ്രായേലിൽ സാധാരണ ജനങ്ങൾക്കുണ്ടായ വലിയ നാശനഷ്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. 500ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ വിക്ഷേപിച്ചതെങ്കിലും ഇതിൽ നല്ലൊരു വിഭാഗം ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 12 ദിവസത്തെ യുദ്ധത്തിനിടയിൽ അനേകം ഡ്രോണുകളാണ് ഇറാൻ ഇസ്രായേലിന് നേരെ വിക്ഷേപിച്ചത്. ഇസ്രായേലും അമേരിക്കയും പ്രതിരോധിച്ച മിസൈലുകളുടെ എണ്ണം ഉയർന്നതാണെങ്കിലും ഓരോ ദിവസം കഴിയുന്തോറും പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് എത്തുന്ന ഇറാൻ മിസൈലുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. യുദ്ധത്തിന്റെ 7ാം ദിവസത്തോടെ ഏകദേശം 16% ഇറാൻ മിസൈലുകൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൂടെ കടന്നെത്തിയതായാണ് ഡാറ്റകളെ ഉദ്ധരിച്ച് ഡെയിലി ടെലിഗ്രാഫ് വ്യക്തമാക്കിയത്. ഇത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിമിതികളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ചതെന്ന് കരുതുന്ന ഈ പ്രതിരോധ കവചങ്ങളെ മറികടക്കാൻ ഇറാന് കഴിഞ്ഞുവെങ്കിൽ അത് ആഗോള സൈനിക തന്ത്രജ്ഞർക്ക് പുതിയ ചിന്തകൾ നൽകും. ഇറാനുമായുള്ള സംഘർഷത്തിന്റെ ഘട്ടത്തിൽ ഇസ്രായേൽ പ്രതിരോധ മിസൈലുകളുടെ ക്ഷാമം നേരിട്ടുവെന്ന് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ പ്രതിരോധ സേന ഈ റിപ്പോർട്ട് നിഷേധിച്ചു. ഭീഷണി നേരിടാൻ ആവശ്യമായതത്രയും മിസൈലുകളുമായി മുൻകൂട്ടി തയ്യാറെടുത്തിരുന്നു എന്നാണ് അവരുടെ അവകാശവാദം. എന്നിരുന്നാലും ഇത്തരം റിപ്പോർട്ടുകൾ ഇസ്രായേലിന്റെ സൈനിക വിഭവങ്ങളുടെ പരിമിതികളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഇറാൻ മിസൈലുകൾ ഇടയ്ക്കിടെ മാറ്റി ഉപയോഗിച്ചതും ഇസ്രായേലിന്റെ പ്രതിരോധത്തിൽ വിള്ളൽ വീഴ്ത്തിയിരിക്കാമെന്നാണ് ടെലിഗ്രാഫ് പറയുന്നത്. യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇറാൻ ക്ലസ്റ്റർ ബോംബ് മിസൈലുകൾ ഉപയോഗിച്ചതായി നേരത്തെ തന്നെ IDF സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് ഇസ്രായേലിൽ കൂടുതൽ ആഘാതം ഏൽപ്പിച്ചതായും വിലയിരുത്തപ്പെടുന്നുണ്ട്. ക്ലസ്റ്റർ ബോംബുകൾ വലിയൊരു പ്രദേശത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുള്ളവയാണ്. ഇത് സാധാരണ ജനങ്ങൾക്കിടയിൽ കൂടുതൽ ദുരിതങ്ങൾ സൃഷ്ടിക്കും. യുദ്ധത്തിൽ ലക്ഷ്യം പൂർത്തീകരിക്കാതെ നാണം കെട്ട് വെടിനിർത്തലിലേക്ക് പോകേണ്ടി വന്ന ഇസ്രായേൽ അണിയറയിൽ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ ആ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇറാൻ സൈനിക നേതൃത്വം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുമുണ്ട്. ഇറാൻ കമാൻഡർമാരുടെ ഈ പ്രസ്താവന മേഖലയിലെ സംഘർഷത്തിന്റെ ചൂട് വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ഇനി ഇറാനെ തൊട്ടാൽ സംഭവിക്കാൻ പോകുന്ന തിരിച്ചടിയിൽ ഇസ്രായേൽ സ്തംഭിച്ചു പോകുമെന്നാണ് ഇറാൻ കമാൻഡർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഭാവിയിലെ ഏത് ആക്രമണങ്ങൾക്കും ഇറാൻ നിർണായക പ്രതികാരം ഒരുക്കുമെന്നതാണ് ഇറാൻ സായുധ സേന മേജർ ജനറൽ അബ്ദുൾ റഹീം മൗസവി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം നടക്കുന്ന സമയത്ത് തന്നെ ഇറാൻ പരമോന്നത നേതാവ് ഖമേനിയുടെ നിർദ്ദേശപ്രകാരം ഈ പ്രതികാര പദ്ധതി തയ്യാറായിരുന്നെങ്കിലും വെടിനിർത്തൽ കാരണം അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇറാൻ കമാൻഡർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിവരം തസ്നീം വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇസ്രായേൽ വീണ്ടും ഇറാനെ ആക്രമിച്ചാൽ തങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവർ കാണും എന്ന് മൗസവി പറഞ്ഞതായും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കയ്ക്ക് പോലും അത്തരം ഘട്ടത്തിൽ നെതന്യാഹുവിനെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കില്ലെന്നും അബ്ദുൾ റഹീം മൗസവി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ പ്രസ്താവനകൾ ഇസ്രായേലിന് നേരെയുള്ള ഇറാന്റെ ഭീഷണിയുടെ തോത് എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുകയാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായിരിക്കെ കഴിഞ്ഞ ജൂൺ 22-ന് ഇറാനിലെ ഇസ്ഫഹാൻ, നതാൻസ്, ഫോർഡോ,
ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണവും ഇതിന് തിരിച്ചടിയായി ഇറാൻ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടതുമാണ് 12 ദിവസം നീണ്ടുനിന്ന സംഘർഷം വെടിനിർത്തലിലെത്തുവാൻ പ്രധാന കാരണമായിരുന്നത്. അമേരിക്കയുടെ ആക്രമണത്തിന് മറുപടിയായി ഖത്തറിലെയും ഇറാഖിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ പ്രതികാരാക്രമണം ലോകശക്തികളെ ഉൾപ്പെടെയാണ് ഞെട്ടിച്ചിരുന്നത്. ഈ ആക്രമണത്തെ തുടർന്ന് ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നിർബന്ധിതരാകുകയാണുണ്ടായത്. ഈ മേഖലയിൽ ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് തടയുന്നതിൽ അന്താരാഷ്ട്ര ഇടപെടലുകൾക്ക് വലിയ പങ്കുണ്ടായിരുന്നെന്ന് വ്യക്തമാകുന്നു.